വരാം. ശ്രീ പി.കെ. ഗോപൻ കഴിഞ്ഞ തവണ ഈ UDF സർക്കാർ അധികാരത്തിലെത്തി PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം ഉണ്ടാകുമ്പോഴും പറഞ്ഞത് ഞങ്ങൾ നിർബന്ധിതരാകുന്നു. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ് ഞങ്ങൾ നിർബന്ധിതരാവുകയാണ് എന്ന്. ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നു ഞങ്ങൾക്ക് ഇത് തുടർന്നേ പറ്റുള്ളൂ എന്ന്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിജേഷ് അരവിന്ദും പറയുന്നു നിങ്ങൾ ഒപ്പിട്ടു ഞങ്ങൾക്ക് തുടർന്നേ പറ്റുള്ളൂ എന്ന്. ശ്രീമതി രേണുക, ഈ ചർച്ച തുടങ്ങിയിട്ട് 15 മിനിറ്റായി. ശ്രീമതി രേണുകയുടെ ആവനാഴിയിലെ എല്ലാ അസ്ത്രവും പ്രയോഗിച്ചു. ഇതിലൊരു ശരിയായ ക്ലാരിഫിക്കേഷൻ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ നിജേഷിൽ നിന്ന് ലഭിക്കുവാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം UDF കൺവീനറും മുഖ്യമന്ത്രിയും ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് താങ്ങി നിർത്തുക എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു സിൻസിയറിറ്റിയും ഇതിനകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല, ഉണ്ടാകത്തുമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇത് തലയിൽ ആളുതാമസമുള്ള ഒരാളും ബോധ്യപ്പെടുന്ന ന്യായീകരണമല്ല പറയുന്നത്. ഏറ്റവും വലിയ തമാശ ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചത് അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങളിത് നടപ്പിലാക്കിയാൽ കരിക്കുലം തയ്യാറാക്കുന്നത് സ്റ്റേറ്റ് തന്നെയാകും. രണ്ടാമത്, സ്കൂളുകളെ സ്റ്റേറ്റ് തന്നെ തിരഞ്ഞെടുക്കും. എന്തൊരു തമാശയായി പറയുന്നത്. ഇത് രണ്ടിനുമുള്ള അവകാശം ഇപ്പോഴും എപ്പോഴും കേരള ഗവൺമെന്റ് തന്നെയാണ്. ഞാൻ ഈ സ്കൂളിന്റെ കരിക്കുലം കമ്മിറ്റി ഇരുന്ന ആളാണ്. 13 വർഷത്തിന് ശേഷം പാഠപുസ്തകം തയ്യാറാക്കിയ കരിക്കുലം കമ്മിറ്റിയിലെ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇരുന്ന ആളാണ്. അതായത് പാഠപുസ്തകം സ്റ്റേറ്റ് സിലബസിന് SCERTയുടെ പാഠപുസ്തകം തയ്യാറാക്കാനുള്ള അവകാശം സ്റ്റേറ്റിന് തന്നെയാണ്. അത് മുഖ്യമന്ത്രി എടുത്തു പറയേണ്ട കാര്യമില്ല. രണ്ടാമത്, ഈ സ്കൂളുകൾ PMCയിൽ പെടുന്ന സ്കൂളുകൾ, അതൊരു ബ്ലോക്കിൽ 2 സ്കൂളുകളാണ്. ആ സ്കൂളുകളെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട അവകാശവും സ്റ്റേറ്റിനാണ്. അദ്ദേഹം പറയുകയാണ് PMC നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇത് രണ്ടും ഞങ്ങൾ ഉറപ്പാക്കും. ഇത് അന്ന് LDF ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോഴാണ് പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയം ആദ്യം നമ്മൾ ചർച്ച ചെയ്യണം, എന്നിട്ട് ഇതിന്റെ സാങ്കേതികതയിലേക്ക് വരാം. ഒന്നോ രണ്ടോ വാചകം കൊണ്ട് ഞാനത് പറയാം. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ കേരളത്തിലെ മൈനോറിറ്റിയെ യോജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ആവിഷ്കരിച്ചത്. അതിന്റെ സ്ലോഗനാണ് അവർ സെറ്റ് ചെയ്തത്. അതാണ് കനകോല് കൊടുത്ത പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം കേരളത്തിൽ 40% ന്യൂനപക്ഷങ്ങളാണ്. ആ ന്യൂനപക്ഷങ്ങളിൽ നല്ലൊരു പങ്ക് RSS വിരുദ്ധരോ കേന്ദ്ര സർക്കാരിന്റെ എതിരാളികളോ ആണ്. അതിൽ കുറച്ചുപേര് മാത്രമാണ് മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നത്. ചില രാഷ്ട്രീയ സമ്മർദ്ദവും രാഷ്ട്രീയ കാരണങ്ങളും താല്പര്യ സംരക്ഷണവും ഒക്കെ വരുന്നത്. ബാക്കിയുള്ള മഹാഭൂരിപക്ഷം സാധാരണ ജനത ഒരു RSS വിരുദ്ധ മനോഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ മതവർഗീയതക്കെതിരായി ചിന്തിക്കുന്നവരാണെന്ന് കൂട്ടിക്കും. എന്തായാലും മതന്യൂനപക്ഷങ്ങളെ കേരളത്തിലെ LDF സർക്കാരിനെതിരായിട്ട് തിരിക്കാൻ അവർ ഓരോ ആയുധം എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരു ആയുധമാണ് PMC. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ സാധാരണ മനുഷ്യർക്ക്, ഇപ്പൊ അവർ പറഞ്ഞു തുടങ്ങിയ ശേഷം അവരുടെ ഇടയിൽ നിൽക്കുന്നവർക്ക് മാറ്റം ഉണ്ടായി കാണും. ഈ PMC എന്ന് പറഞ്ഞാൽ ഭീകരമായ ഒരു ദുരന്തമാണെന്നും അത് സംസ്ഥാന സർക്കാർ എടുത്ത് തലവെക്കാൻ പോവുകയാണെന്നും അത് BJP CPM ഡീലിന്റെ ഭാഗമാണെന്നുള്ള രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് അതിനെ പീക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ലീഗിന്റെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള ശ്രീ KM ഷാജി ഉൾപ്പെടെ, മുസ്ലിം ലീഗ് ഉൾപ്പെടെ, KM ഷാജി അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചില പ്രയോഗങ്ങൾ നടത്തി എന്നുള്ളതാണ്. ആ പ്രയോഗത്തിലൊന്നാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും പറയാറുള്ള ഒരു ഭാഷയാണ് അത് അറബിക്കടലിൽ വലിച്ചെറിയും എന്നുള്ളത്. എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആലങ്കാരികമായി പറഞ്ഞാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷേ ഉപേക്ഷിക്കുമെന്നാണല്ലോ, അതിന്റെ ആലങ്കാരികത്വം മാറ്റി നിർത്തി അതിന്റെ വാച്യാർത്ഥം എടുത്താൽ ഉപേക്ഷിക്കുമെന്നാണല്ലോ. എപ്പോഴാ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞത്? PMC ഇവിടെ നിജേഷ് പറയുന്ന ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം ആണ് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, അങ്ങനെ ഒരു കണ്ടീഷൻ അതിനകത്തുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തികളിലൊന്ന് PMC എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയും, അറബിക്കടലിൽ കളയും. അധികാരത്തിൽ വന്നതിന് ശേഷം നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ജനതയ്ക്ക് കൊടുത്ത വാക്ക് ഇത്ര പച്ചയായി വഞ്ചിക്കാവോ? അപ്പോ അതിന്റെ പുറത്ത് എന്തൊക്കെ ന്യായീകരണോ പറയുന്നത്? അപ്പൊ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാറാൻ പറ്റില്ല. ഞാൻ ശ്രീമതി രേണുക ലളിതമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 100 കോടി രൂപയുടെ ഒരു പദ്ധതി അനുവദിച്ചിരിക്കട്ടെ. ആ പദ്ധതി നടപ്പിലാക്കാൻ 100 ഏക്കർ വസ്തു എടുത്തു കൊടുക്കണം, ലാൻഡ് എടുത്തു കൊടുക്കണം, ഭൂമി കൊടുക്കണം. ആ 100 ഏക്കർ ലാൻഡ് എടുത്തു കൊടുത്തില്ലെങ്കിൽ ആ പദ്ധതി നടപ്പിലാവുമോ? ഏത് കരാറുണ്ടാക്കിയാലും ഏത് പണം അനുവദിച്ചാലും, കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചു, പദ്ധതി അംഗീകാരം നൽകി, ക്യാബിനറ്റ് പാസ്സാക്കി, നിങ്ങൾ ലാൻഡ് എടുത്തു കൊടുക്കൂ,
എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് എടുത്ത് കൊടുത്തില്ലെങ്കിൽ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? അതവിടെ കിടക്കത്തെ ഉള്ള സെയിം കേസാണ്. ഈ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്ത് കൊടുത്താലേ PMC അവിടെ നടപ്പിലാക്കാൻ പറ്റൂ. ഇത് നമ്മുടെ സ്റ്റേറ്റിൽ, നമ്മുടെ രാജ്യത്ത് കുറെ സ്കൂളുകാർ കൊടുത്തു, കുറെ സ്റ്റേറ്റുകാർ കൊടുത്തു. ഇവര് ഭരിക്കുന്ന, അല്ല ഞാൻ ഇത് ഒന്ന് പറഞ്ഞോട്ടെ, ഒരുപാട് 15 മിനിറ്റ് നിങ്ങൾ എടുത്തല്ലോ. ഇവര് ഭരിക്കുന്ന 3 സ്റ്റേറ്റിന്റെ കണക്ക് ഞാൻ പറയാം. തെലങ്കാന 794 സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തു. തെലങ്കാന ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്. കർണാടക 590 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ആരാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ്. രാജസ്ഥാൻ 649 സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തു. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റാണ്. അപ്പൊ ഇവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രതിപക്ഷ ഗവൺമെന്റ് PMCയിൽ ഒപ്പിടുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ്. BJP ഭരിക്കുമ്പോഴാണ് കർണാടകത്തിൽ ഒപ്പിടുന്നത്. അത് കോൺഗ്രസ് ഇപ്പൊ തുടരുകയാണ്. തെലങ്കാനയിൽ ഒപ്പിടുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയാണ്, കോൺഗ്രസ് തുടരുകയാണ്. അതായത് ഒരു നാഷണൽ പാർട്ടി എന്നുള്ള തരത്തിൽ കുറച്ച് സ്റ്റേറ്റുകളിൽ PMC ഏറ്റെടുക്കുകയും ചില സ്റ്റേറ്റിൽ PMC വേണ്ടാന്ന് വെക്കുകയും ചെയ്യാൻ ദേശീയമായി അവർക്ക് കഴിയില്ല. അവർ PMCയിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാടാണെന്ന് എന്താണെന്ന് നിജേഷിന് സമയം കിട്ടുമ്പോൾ ഒന്ന് പറയണം. അദ്ദേഹത്തിന്റെ അവസരത്തിൽ ഇത് പറയണം. കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണ് PMCയെ സംബന്ധിച്ച്? വേണമെന്നാണോ വേണ്ടെന്നാണോ? എന്നിട്ട് രണ്ടാമത് നമുക്ക് LDF ഒപ്പിട്ടതിന്റെ കഥയിലേക്ക് പോവാം. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താ? PMC വേണമോ വേണ്ടയോ? PMC സ്റ്റേറ്റുകൾക്ക് പങ്കാളിത്തം ആകാമോ ആയിക്കൂടെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അവസരത്തിൽ പറയണം. കാരണം ഇന്ത്യയിലെ തമിഴ്നാട് ഒഴിച്ചുള്ള, കേരളം ഒഴിച്ചുള്ള മറ്റ് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും ഇതിൽ ഭാഗമാണ്. കേരളം, ശ്രീമതി രേണുക 2020 PMC നടപ്പിലാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. 3 വർഷക്കാലം ഈ സ്റ്റേറ്റ് അവരുമായിട്ട് വഴക്കിട്ടു. 3 തവണ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹത്തെ കാണാൻ പോയി, കേന്ദ്രമന്ത്രിയെ. 3 തവണ. ഒരു 6-7 തവണ ശ്രീമതി യു വാസിക IAS പോയി. പല ചർച്ചയിലും നടത്തിയപ്പോൾ അവര് പറഞ്ഞു നിങ്ങൾ PMCയിൽ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ, MOU ധാരണാപത്രം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ തന്നുകൊണ്ടിരിക്കുന്ന 60-40% വിഹിതമായ SSK ഫണ്ട് തരില്ല. തീർച്ചയായും ആ സാഹചര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഒരു വാചകം കൂടി പൂർത്തിയാക്കട്ടെ. ഇന്നും ഇപ്പൊ നിജേഷിന്റെ വാചകത്തിൽ നിന്നും ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ നിന്നും ഇതിന് ഫണ്ട് കൈപ്പറ്റി പോയി എന്ന ഒരു അപകടം കൂടി വിളിച്ചു പറയുന്നുണ്ട്. അവിടെയാണ് ശ്രീമതി രേണുക ചോദിച്ച ജബി മേത്തറുടെ ചോദ്യത്തിന് ഉത്തരമായി പാർലമെന്റിൽ നൽകിയ മറുപടിക്കകത്ത് 99.42 കോടി രൂപ SSKയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. PMCക്ക് ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് ഇവരയച്ച പാർലമെന്റ് മെമ്പർ ജബി മേത്തർക്ക് കിട്ടിയ മറുപടി പറഞ്ഞിട്ടും ഇപ്പോഴും അവർ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നത് PMCയുടെ ഫണ്ട് വാങ്ങിച്ചു എന്നാണ്. അതാണ് ഇതിന്റെ അപകടം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.